നമുക്ക് മാമനോട് യാതൊരു കെറുവില്ല, മാമൻ അറിയാം ഇവന്മാരുടെ ഇത് കാരണമാണ് ഓരോന്ന് ചെയ്തതെന്ന്. എന്നാലും മാമൻ ഇവിടെ വന്ന് ഇതാക്കിയപ്പോൾ ഇവിടെ DVR ഒക്കെ എടുത്തോണ്ട് പോയത് മാമൻ അറിയാമോ? ഇവിടുത്തെ അല്ലല്ല, നമ്മളെ പിടിച്ചോണ്ട് പോയതിന് ശേഷം ഇവന്മാർ DVR എടുത്തോണ്ട് പോയത്. ആരാന്നറിയത്തില്ല, മാമൻ അറിയത്തില്ല അതാരാന്ന്. അതിനകത്ത് പല തെളിവുകളും ഉണ്ടായിരുന്നു, ഇവന്മാർ അതെല്ലാം എടുത്തോണ്ട് പോയി. മാമൻ കയറി വാ. അങ്ങനെ പല പല സംഗതികൾ ഇവിടെ നടന്നു. മാമൻ ഇത് അറിയണം. ഇവിടെ വെക്കും മാമ കൊടാ. അതാ ബാ. ഇരിക്കും മാമ. മാമന് തോന്നിയിട്ടുണ്ടോ എനിക്ക് വല്ല കുഴപ്പമുണ്ടെന്ന്? ഇവിടെ ഇരിക്കും മാമ. പിന്നെ എന്തിനാ മാമ ഇവന്മാര് പിടിച്ചോണ്ട് പോയെന്ന് മാമൻ അറിയാവോ? ഇത് കേക്ക്. ഈ കുട്ടനെന്ന് ഇവൻ മാമനെ വിട്ടിരിക്കുക. ഈ കുട്ടനെന്ന് പറയുന്നത് ഇവിടെ ദിവസം എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഇവൻ ചീത്ത വിളിക്കുന്നത്. ഇവൻ ദിവസവും എന്നെ എന്തുവാ അവിടെ ഒരു 7 മണിയാകുമ്പോൾ ചീത്ത വിളിക്കുമായിരുന്നു ദിവസവും. ഇപ്പോഴും ഉണ്ട്. പണ്ട് 2019-20 ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മാമൻ അറിയത്തില്ലായിരുന്നു. എവിടെയെങ്കിലും വല്ലറെ മുറ്റത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടോ മാമനെ? പിന്നെന്തോ മാമൻ അറിയത്തില്ലയോ ആ കൊച്ചിനെ ചുമ്മാതെ പറയുന്ന ഇവന്മാര്? എന്തിനു പിന്നെ മാമൻ ഇവിടെ വന്നിട്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്ത് മമ്മ വന്നതാ? ഇനിയും മാമൻ ഒരാളിന്റെ അതല്ല വേറെ ഒരാളിന്റെയും കാര്യത്തിൽ ഇങ്ങനെ പോരുത്. കാരണം മാമൻ അവസാനം കുറ്റം വരും. എനിക്ക് മാമനെ ഞാൻ എൻ്റെ മാമനെ പോലെ തന്നെ കാണുന്നേ. മാമൻ അറിയാമല്ലോ. എനിക്ക് മാമനോട് ആകെ ഒരു കെറിവ് ഇത് ഇവന്മാർ പറഞ്ഞത് കേട്ടതിനേ ഉള്ളൂ, അല്ലാതെ എനിക്ക് യാതൊരു ഇതുമില്ല. വന്നതാ മാമ നോക്കി. DVR ഇല്ല ഇവിടെ. 5 മാമൻ അറിയാലോ ക്യാമറ തല്ലി പൊട്ടിച്ചത്. അതിന് മുമ്പേ ഇത്. എന്നിട്ട് നമ്മളെ പിടിച്ചോണ്ട് പോയിട്ടാണ് ഈ DVR എടുത്തോണ്ട് പോയി. കാരണം അതിനകത്ത് ഇവിടെ വന്ന് പലരും നമ്മുടെ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുക. ഇപ്പോഴും ഉണ്ടത്. ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുക, ഇവിടെ വന്നിട്ട് U-ടേൺ എടുത്ത് പോവുക, പിന്നെ ഫോണും പിടിച്ച് പല ഇതുണ്ട്. നമ്മൾ കേസെല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് ഒരാളും പറഞ്ഞിന്ന് കറക്റ്റായിട്ട് കൊടുക്കണമെന്ന്. നമ്മുടെ പലതുണ്ട്. നമ്മളെ പല ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഇവിടെ പുരികമെല്ലാം എടുക്കുക. എന്തിനാ മമ്മ ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാ മാമ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ പുരികം മാമനെ കാണിച്ചാൽ ഇവിടെ എല്ലാം കറുത്ത് ഇവിടെ ഇരിക്കുന്നത്. എന്നും നമ്മുടെ പുരികം പഠിക്കുക. എന്തോ മാമ ഇതൊക്കെ? എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നിന്നെ എന്തോ ടെക്നോളജി സയൻസും ഇപ്പം എല്ലായിടവും ഭരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ അങ്ങനെ അങ്ങനെ ഇനി അതിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ തന്നെ. അന്ന് നമുക്ക് ഇവരെന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഡൽഹി പോയല്ലോ. അപ്പം നമ്മൾ അവിടെ ഇരിക്കുക, പിന്നെ നമുക്കപ്പം ഓരോ ഇവന്മാർ ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ ഇവിടോട്ടെല്ലാം ചൂടടിക്കുക, മുടി കൊഴിക്കുക, ചൂടടിച്ച്. എന്തിനാണോ ഇതൊക്കെ ഈ ദ്രോഹം ചെയ്യുന്നത്? ഇതാ ഇവിടെ അടുത്തുള്ളവർ അതിനാ ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? അല്ല ഇവിടെ നമ്മുടെ കഴിക്കലെ അവരുടെ മതിൽ കണ്ടോ? എന്തിനാണെന്നറിയാവോ? ഇവിടെ ഇവിടെ ആണുങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കുക. ഇപ്പം മാമൻ വന്നാലും പറയാം ആരോ വന്നെന്ന്. അങ്ങനെ എത്ര പേരെ മാമൻ ഇവിടെ കണ്ടിട്ടുണ്ട്? എന്നിട്ട് അവിടെ ഈ തുമ്പി എന്ന് പറയുന്നവൾ അവിടെ വരിക, അവിടെ പോയി കുറേ ആണുങ്ങളുടെ കൂടെ നിൽക്കുക. എൻ്റെ കയ്യിൽ അതെല്ലാം ഉണ്ട്. യൂട്യൂബിനകത്ത് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനാണെന്ന് വരുത്തി തീർക്കുക. ഇതൊക്കെ ശരിയാണോ മാമ? നമ്മൾ ഇവരെ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടോ മാമൻ? എനിക്ക് ഇവരെ ഒന്നും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ ഉള്ള കാര്യം പറയാം. എനിക്ക് എൻ്റെ അച്ഛൻ ഞാൻ വെറും 13-12 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് എൻ്റെ അച്ഛന്. അന്നേ എൻ്റെ അച്ഛൻ എനിക്ക് മുതലുണ്ടാക്കിയിട്ടാണ് പോയത്. പോയത് മമ്മ നമ്മൾ അവനെ കെട്ടിയതോടെ എന്തോ പറയുന്നത് മാമനോട് പറയാൻ പറ്റത്തില്ല. അത്ര നമ്മളെ നശിപ്പിച്ചവൻ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് മാമന് എനിക്ക് കാനഡയിൽ പോകാൻ വിസ എടുക്കാൻ ഞാൻ പൈസ കൊടുത്തു. ഇതെല്ലാം മാമനും കാണണം. എന്തെല്ലാം ദ്രോഹങ്ങളാണ് നമ്മളോട് ചെയ്യുന്നതെന്നുള്ളത് നാട്ടുകാർ ഇതെല്ലാം കാണണം. വേണ്ട മാമൻ ഇത് വായി മാമ. പൈസ 2,37,000 രൂപയാണ് നമ്മൾ കൊടുത്തത് കേട്ടോ. നമ്മൾ കൊടുത്തതിൻ്റെ റെസീപ്റ്റാ. ഇവന്മാർ അവരെ കണ്ടിട്ടുണ്ട്. എൻ്റെ വർക്ക് വിസയ്ക്കാണ് ഞാൻ കൊടുത്തത്. നമ്മൾ എലിജിബിൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. ഇവന്മാരതെല്ലാം ഇതാക്കി. ഇവന്മാർക്ക് എന്തോ ഇൻഷുറൻസ് പറ്റിയിട്ടുണ്ട്. എത്രയോ പൈസയൊക്കെ എടുത്ത് കാണും ഇവന്മാർ. എനിക്ക് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വർക്ക് വിസയ്ക്ക് കൊടുത്ത സാധനമാണ്.
അതിനിപ്പോൾ കൊടുക്കാൻ പോവാ കോടതിയിൽ. എന്താ കിട്ടാതിരിക്കാൻ എന്താ? ഇത് ബോംബെക്കാർ, അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്തതാ. നമ്മളോട് കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് ജോബ് ഓഫർ ലെറ്റർ വരെ വന്നതാ. 2,40,000 രൂപ ശമ്പളവും അക്കോമഡേഷൻ ഫ്രീ, ഒരു നേരത്തെ ഫുഡും ഫ്രീ ആയിരുന്നു. അങ്ങനെ വന്നതാ കേട്ടോ. അല്ല, ഇത് എന്തോ ഇവിടുത്തെ പാർട്ടിയുടെ അഭ്യർത്ഥന ഇവിടെ വരത്തില്ലല്ലോ. മാമ ഇവിടെ ആ സിജി എന്ന് പറയുന്നവൻ വരുന്നു, അങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. മാമ അത് നിർത്തണം. ഇവിടെ ഉണ്ട് ഇപ്പം. ഏത് കോടതി കൊണ്ടുപോകാൻ വന്നാലും ശരി മാമ. പൈസ ഒന്നും കിട്ടിയിട്ടില്ല. 45 ലക്ഷം കിട്ടിയെന്ന് പറയുന്നത് അനുവദിച്ചല്ല ഉള്ളൂ, അനുവദിച്ചതേ ഉള്ളൂ. അത് അനുവദിച്ചത് ഇതിന് സ്ഥിരബുദ്ധിയില്ലെന്ന് പറഞ്ഞിട്ടേ കോടതി തടഞ്ഞു വെച്ചിരിക്കുക. എന്തിനാ തടഞ്ഞു വെച്ചേക്കുന്നേ? അവന് സ്ഥിരബുദ്ധി ഇല്ലെന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്നറിയോ മാമ? അവന്റെ കാശല്ല ഇവന്മാരടിക്കാനാ. നോർമൽ അല്ലല്ലോ ആള്, പയ്യനെ ഇല്ല തലച്ചോറിനതുകൊണ്ട് നോർമലല്ല. അതുകൊണ്ട് കോടതി തടഞ്ഞു വെച്ചിരിക്കുക. ഇന്നുകൊണ്ട് ഞാൻ പിന്നെ ഫസ്റ്റ് വിളിച്ചായിരുന്നു. ഞാൻ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് ഇന്നോടെ കേസിന് കോടതി വിളിക്കുവാണ് ജയശങ്കർ. ഇവൻ അമ്മ സ്ഥിരബുദ്ധി ഇല്ലാത്തവൻ 2020-ലും 19-ലൊക്കെ ഇതുവഴി പാതിരാത്രിക്ക് നടന്നേച്ച് ഇവിടെ വരുന്നതാണ് കഥ ഉണ്ടാക്കുന്നത്. അവന്റെ അച്ഛൻ പറയുന്ന പോലെ കഥ ഉണ്ടാക്കുന്ന സ്ഥിരബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ മാമ? ഇവൻ ഇവിടെ കയറിയിട്ടുണ്ടോ? മാമൻ അറിയാം ഇവൻ ഇവിടെ വന്നിട്ടുണ്ടോ? പിന്നെ ഇവനെന്തോ മാമ എന്നും കഥ ഉണ്ടാക്കുന്നേ? അല്ല, നമ്മുടെ വസ്തു വില്ല് എഴുതിയെന്ന് കഥകൾ ഉണ്ടാക്കുക. എനിക്ക് വില്ലു ഒന്നും എഴുതേണ്ട കാര്യമില്ല മാമ. എൻ്റെ വസ്തു ആർക്കെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു കൊച്ചുണ്ട്, പിന്നെ എനിക്ക് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും എന്തോ ചെയ്യണമെന്നുള്ളത്, അല്ലയോ? എൻ്റെ വസ്തു എൻ്റെ അമ്മ കഴിഞ്ഞ എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ആയിരുന്നു. പിന്നെ അതിപ്പോൾ അമ്മ ഇനി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അമ്മ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 2 പേർക്കുമായിട്ട് തുല്യമായിട്ട് കിട്ടും. വേറൊരാൾക്കും എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഇത് എനിക്കൊരു കൊച്ചില്ലയോ? ഇപ്പൊ നമുക്ക് എഴുതി തന്നതാ. പിന്നെ എന്തിന് ഇവർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാമ? കാരണം അവന് ഈ ചെറുക്കന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും വരികയൊക്കെ ചെയ്തു. ഇപ്പോഴും അവൻ എന്നെ പച്ച തരില്ല മാമ. ആക്സിഡന്റ് ഞാൻ പറയട്ടെ ഒരു സത്യം, ഇവന് ആക്സിഡന്റ് ഒന്നും ഉണ്ടായതല്ല. ഞാൻ ഇനി പറഞ്ഞുതരാം മാമൻ. ഇങ്ങനെ പറ്റിയൊരു കേസുണ്ട്. ഇവന്മാരെല്ലാം കൂടെ എന്തോ കള്ളിനകത്ത് കുറേ മയങ്ങുന്ന സാധനം എല്ലാം കലക്കി കൊടുത്ത് ഇവനിൽ കുറേ കഴിഞ്ഞ് ഇവനെ വീട്ടിൽ അവൻ അവിടെ ചെന്നവൻ മയങ്ങി വീണ് ഇവന്മാരെടുത്ത് ലേക്ക് ഷോറിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് ഞാൻ ഇവനെ കണ്ടതാ. കോമയാണെങ്കിൽ കൈയും കാലും ഒക്കെ ആണ് കോമയിൽ കിടക്കുന്നവർ. ഇല്ലല്ലോ. ഇവൻ വേണ്ട കാലും കൈയും കെട്ടിയിട്ടിരിക്കുമായിരുന്നു ലേക്ക് ഷോറിൽ. മാമ പോയി കാണണമായിരുന്നു. കാലും കൈയും കെട്ടിയിട്ടിട്ട് ഇവൻ നല്ല ശരിക്കും ബ്രെയിൻ ഇഞ്ചുറി വരുന്ന ഒരു മൂക്കെ തൊടത്തില്ല. അവനറിയാവോ? കൈ പൊക്കുവോ ബ്രെയിൻ ഇഞ്ചുറി കിടക്കുന്നവർ? ഇവനെ ചുമ്മാതെ സുകുമാരക്കുറിപ്പ് ചെയ്തത് മാമനറിയാവോ? അതുപോലൊക്കെയുള്ള ഇൻഷുറൻസ് തട്ടിക്കാൻ വേണ്ടി ചെയ്ത പണികളാ. ഇപ്പം അവിടുന്നൊക്കെ ഒത്തിരി കാശ് കിട്ടിയിട്ടുണ്ട്. എന്ത് ഇപ്പം ഇവൻ്റെ പെൺപിള്ള എന്ത് ചെയ്യും മാമ? അവിടെ പോയി ഇവിടെ വരുമല്ലോ ഇവൻ ഇല്ലാത്തപ്പം. എന്തിനാണ് വരുന്നത് അവളങ്ങനെ? അപ്പം എന്ത് കണക്ഷനാ അത്? അവൻ ഭർത്താവിനോടില്ലാത്ത കണക്ഷൻ ഇവർക്ക് എന്തുവാ മാമ? അതെന്തിനാ അപ്പോൾ അവളിവിടെ വരുന്നത്? അവിടെ 2-3 ദിവസം മുന്നേ വന്നേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവൻ്റെ ഭർത്താവെന്ന് പറയുന്നവനോടില്ലാത്ത ഞാൻ കാണിച്ചു തരാം മാമനെ. ഇവിടെ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഭർത്താവെന്ന് പറയുന്നവനോടില്ലാത്തത് ഇവരുടെ അടുക്ക വരുന്ന എൻ്റെ കാര്യം എന്തുവാ? എന്തന്വേഷിക്കാൻ വരുമോ ഇവള്? മമ്മ ഇതാ. ഇതൊക്കെ അത്ര ശരിയുള്ള ആൾക്കാരല്ല ഇവര്. ഭയങ്കര കള്ളത്തരമുള്ള മനുഷ്യരാ.